ശാലിനി ഇറങ്ങി വന്നതും അവൻ്റെ കിടത്തം കണ്ടാകെ സ്തംഭിച്ചു നിന്നു. നവി മെല്ലെ കണ്ണു തുറന്ന് അവളെ നോക്കി. ശാലിനിയുടെ കയ്യും കെട്ടിയുള്ള നിൽപ്പ് കണ്ട് നവി മനസ്സിൽ ചിരിച്ച് വീണ്ടും കണ്ണടച്ചു. അവൻ്റെ കള്ളയുറക്കം മനസ്സിലാക്കിയ ശാലിനി അവനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. മൈ ഹോട്ട് ബോയ്. ശാലിനി അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്ത് ബെഡിലുള്ള അവൻ്റെ കൈ നീക്കി വെച്ച് അവിടെ ഇരുന്നു. എങ്ങനെയൊക്കെ ഉറങ്ങിയാൽ മനുഷ്യൻ്റെ കൺട്രോൾ പോകില്ലേ? ശാലിനി ചുണ്ട് കടിച്ച് അവനെ നോക്കി. അവൻ്റെ നെഞ്ചിലൂടെ വിരലോടിച്ചു. നവനീതപ്പം ഷോക്കേറ്റ പോലെയായിരുന്നു. അവൻ എണീക്കുന്നില്ലെന്ന് കണ്ടതും ശാലിനി അവൻ്റെ മുഖത്തോട് മുഖം കൊണ്ടുപോയി. അവൻ്റെ ചുണ്ടിലേക്ക് അവളെ അധരം ചേർക്കാൻ നിന്നതും അവൻ ചാടി എണീറ്റു. എൻ്റെ ചാരിത്രം നശിപ്പിക്കാൻ നോക്കുന്നു വൃത്തികെട്ടവളെ. അവൻ അവളിലേക്ക് ചീറിയതും അവളത് മൈൻഡ് ചെയ്യാതെ ലൈറ്റ് ഓഫ് ചെയ്ത് പൊതിച്ച് മൂടിക്കിടന്നു. പിടിക്കപ്പെടുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നു. സത്യം റെഡി, എന്താ നിൻ്റെ ഉദ്ദേശം? നവി അവളെ ബലമായി അവന് നേരെ നിർത്തി. ദുരുദ്ദേശമൊന്നുമില്ല. ഉറങ്ങുന്ന കള്ളനെ എണീപ്പിക്കണം, എന്നിട്ട് എനിക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണം, അത്ര തന്നെ. കള്ളൻ പിടിക്കപ്പെട്ടത് മനസ്സിലായ നവി അവളെ നോക്കി ചിരിച്ചു. മനസ്സിലായല്ലേ? ഞാൻ ചുമ്മാ തമാശയ്ക്ക്. നീ ഉറങ്ങിക്കോ, ഞാൻ ഈ കട്ടിലിൻ്റെ ഏതെങ്കിലും സൈഡിൽ ചുരുണ്ടുകൂടി കിടന്നോളാം. നവി ചമ്മിയെ ചിരിച്ച് ബെഡിൽ കിടന്ന് ബ്ലാങ്കറ്റ് എടുത്ത് തല വഴിയിട്ടു. അവൻ്റെ ചമ്മിയ മുഖം കണ്ട് ശാലിനിയും ചിരിച്ച് കണ്ണടച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ശില്പ ഹോസ്റ്റലിലേക്ക് പോയി. ശാലിനി എന്നും ഹോസ്പിറ്റലിൽ പോകും. നേരെ ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിലെത്തും. അതിനിടയ്ക്ക് നവനീത് ഡൽഹിയിലെ അവൻ്റെ ഷോപ്പിലേക്ക് പോയി ഒരാഴ്ച നിന്ന് കൊച്ചിയിലേക്ക് തന്നെ വന്നു. നിലവിലുള്ള ഷോപ്പുകളെല്ലാം ഡൽഹിയിലായതിനാൽ കൊച്ചിയിൽ വെച്ച് നിയന്ത്രിക്കാൻ അവൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഡൽഹിയിൽ പോയി തിരിച്ചു വരും. ശാലിനി, നീ പറഞ്ഞ 1 മാസം കഴിഞ്ഞു. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. നമുക്ക് എത്രയും പെട്ടെന്ന് IVF ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഹോസ്പിറ്റലിൽ വന്ന് തളർന്ന് സെറ്റിയിൽ ചാരി ഇരിക്കുമ്പോഴാണ് നവനീത് വന്ന് പറഞ്ഞത്. പേടിക്കണ്ട നവി, ഞാൻ പറ്റിക്കില്ല. നാളെ രാവിലെ റെഡി ആയിക്കോ, നമ്മൾ ചെന്നൈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. ശാലിനി പറഞ്ഞതും അവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. ചെന്നൈയിൽ വെച്ചാണോ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്? അതേ നവി, ചെന്നൈയിൽ ബെസ്റ്റ് IVF ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലുണ്ട്. നാളെ പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്തോ. ഫ്ലൈറ്റിനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ശാലിനി ചിരിച്ചുകൊണ്ട് സെറ്റിയിൽ കിടന്ന ബാഗ് എടുത്ത് മുറിയിലേക്ക് പോയി. നവിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല. ശാലു, നവി വിളിച്ചതും വാതിലടയ്ക്കാൻ നിന്ന ശാലിനി അവനെ റൂമിൽ നിന്ന് തലയിട്ട് നോക്കി. എന്താ? ഇന്ന് ഡിന്നറിന് നമുക്ക് പുറത്തു പോയാലോ? ഫുൾ ചെലവ് എൻ്റെ വക. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. സോറി നവി, നമുക്ക് പിന്നീട് ഒരിക്കലാവാം. ശാലിനി വാതിലടച്ച് ബെഡിലിരുന്നു. എന്തോ മനസ്സ് വല്ലാതെ നോവുന്നു. സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞിനെ IVFിലൂടെ ഗർഭം ധരിക്കേണ്ട അവസ്ഥ. എനിക്കൊരു കുഴപ്പവുമില്ലാഞ്ഞിട്ടും എൻ്റെ കുഞ്ഞ് ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന പേരിൽ. ശാലിനി കണ്ണിറുക്കി അടച്ചു. അല്ലെങ്കിലും താനെന്തിനാ സങ്കടപ്പെടുന്നത്? ഇതിനു വേണ്ടി തന്നെയല്ലേ ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഒരു കോൺട്രാക്റ്റ് വിവാഹത്തിൽ നിന്ന് ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ശാലിനി സ്വയം സമാധാനിപ്പിച്ച് നവി അണിയിച്ച് താലിയിലേക്കൊന്ന് നോക്കി നിശ്വസിച്ച് ബാത്റൂമിലേക്ക് കയറി. രാത്രി 2 പേരും ചെന്നൈയിലോട്ട് പോകാനുള്ള പാക്കിങ്ങിലാണ്. വീട്ടിൽ ഹണിമൂണിന് പോകാണെന്ന് പറഞ്ഞാണ് യാത്ര. നവിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്തെടുത്ത് വെക്കണമെന്നറിയാത്ത അവസ്ഥ. ശാലിനിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നേയുള്ളൂ. അവളുടെ മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കുകയാണ്. ശാലു, നവി വാതിലിൻ്റെ അടുത്ത് ചെന്ന് വിളിച്ചെങ്കിലും അവൾ ഏതോ ലോകത്തെന്ന പോലെ ഡ്രസ്സെല്ലാം മടക്കി വെക്കുകയാണ്. ശാലിനി. നവി അവളെ അടുത്ത് ചെന്ന് തട്ടി വിളിച്ചതും ശാലിനി ഒന്ന് ഞെട്ടി. എന്താ? ശാലിനി പതർച്ചയോടെ അവനെ നോക്കി. താൻ ഇതേത് ലോകത്താ? നീ പൂർണ്ണ മനസ്സോടെ തന്നെയാണോ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്? നീ ഓക്കെ അല്ലേ? നവി അവളെ ചൂഴ്ന്നു നോക്കി. ഞാൻ ഓക്കെയാ. ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിച്ചപ്പോൾ ഒരു ടെൻഷൻ. ശാലിനി ചിരിച്ചുകൊണ്ട് ബാഗ് അടച്ചു വെച്ചു. നീ ഈ ഫീൽഡിലായിട്ട് ഇത്ര ടെൻഷനോ? ഒന്നുമില്ലെങ്കിൽ താനൊരു ഗൈനക് ഡോക്ടറല്ലേ. എന്നേക്കാൾ കൂടുതൽ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞിനെക്കുറിച്ച് നിനക്കറിയാവുന്നതല്ലേ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്നെ കൂടി പേടിപ്പിക്കാതെ. എല്ലാം നല്ല രീതിയിൽ നടക്കും. നവി അവളെ ചുമലിൽ തട്ടി പറഞ്ഞ് മനസ്സിലാക്കി. നവി പോയി കിടന്നു, സമയം ഒരുപാടായില്ലേ? ശാലിനി നവിയെ പറഞ്ഞയച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഉറക്കം പോലും തന്നെ തേടിയെത്തുന്നില്ല. നവി പറഞ്ഞ പോലെ ഒരു ഗൈനക് ഡോക്ടറായ താനെന്തിനാ ഇത്ര പേടിക്കുന്നത്? എത്ര പ്രസവം ഈ കൈകൊണ്ടെടുത്തതാ. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ? ശാലിനി ഓരോന്ന് ആലോചിച്ച് കിടന്നു. രാവിലെ 2 പേരും പ്രാതൽ കഴിച്ച് ഫ്ലാറ്റിൽ നിന്നിറങ്ങി.
9 മണിക്കാണ് ഫ്ലൈറ്റ്. ശാലു, നീ എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ടില്ലേ? നവി എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ചോദിച്ചു. എല്ലാം എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാനെല്ലാം അവർക്ക് അയച്ചു കൊടുത്തതാണ്. നമ്മളങ്ങോട്ട് ചെന്നാൽ മതി. ശാലിനി ഇതും പറഞ്ഞ് പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു. 2 മണിക്കൂറത്തെ വിമാനയാത്രയ്ക്ക് ശേഷം അവർ ചെന്നൈയിലെത്തി. ഒരു ടാക്സി വിളിച്ച് തങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലേക്ക് പോയി. നവി, 2:30 ഹോസ്പിറ്റലിലേക്ക് പോകണം. അതുവരെ റെസ്റ്റ് എടുത്തു. ശാലിനി അവനെ ഓർമ്മിപ്പിച്ചു. 2 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ച് അവിടെ പോയി ഡോക്ടറെ കണ്ട് IVFനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി ഹോട്ടൽ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. ശാലു, ഈ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞെന്ന് പറയുമ്പോൾ നിനക്കോ കുഞ്ഞിനോ വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ? എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ 2 വശവും ചിന്തിക്കണ്ടേ? ജീവൻ പണയം വെച്ചൊരു പരീക്ഷണം വേണ്ട. റൂമിലെത്തിയ നവനീത് പറഞ്ഞു. ഏതൊരമ്മയും തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നത് സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെയാണ്. പിന്നെ IVF എന്ന് വെച്ചാൽ ലാബിൽ വെച്ച് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ബീജസങ്കലനം നടത്തി 4 ദിവസം ട്യൂബിൽ വളർന്ന ശേഷം എൻ്റെ ഗർഭപാത്രത്തിലേക്ക് കുത്തിവയ്ക്കും. പിന്നെ ഒക്കെ സാധാരണ ഗർഭിണികളെ പോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇനി അതാലോചിച്ച് പേടിക്കണ്ട. ഞാനൊന്ന് കിടക്കട്ടെ. ശാലിനി ബെഡിൽ കിടന്നതും നവി TV ഓൺ ചെയ്ത് സെറ്റിയിലിരുന്നു. നാളെയാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ടെൻഷനും ശാലിനിക്കുണ്ടായിരുന്നു. നവിയാണെങ്കിൽ എപ്പോഴും സ്വപ്നലോകത്താണ്. TV കാണാനിരുന്നിട്ട് പോലും കണ്ണടച്ച് ചിരിക്കുകയാണ് അവൻ. നവിയുടെ സ്വപ്നത്തിൽ മുഴുവനും അച്ഛനും കുഞ്ഞുമായുള്ള നിമിഷങ്ങളാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൻ്റെ ആ ചിരിയും സന്തോഷവുമാണ് അവളെ ധൈര്യം. അന്നത്തെ ദിവസം കടന്നുപോയി. പിന്നീടങ്ങോട്ട് IVF ചികിത്സയുടെ ദിവസങ്ങളായിരുന്നു. ഭ്രൂണം ശാലിനിയുടെ ഗർഭപാത്രത്തിലേക്ക് കുത്തിവെച്ചതും പിന്നീടുള്ള 15 ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിനങ്ങളായി മാറി. 14-ാം ദിവസം രാത്രി ശാലിനി നവിക്കരികിലിരുന്നു. എന്താ ശാലു? അവളെ കണ്ട് നവി ചോദിച്ചു. നാളെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അവൾ അവനെ നോക്കി. അതെനിക്കറിയാലോ. എൻ്റെ കുഞ്ഞ് നിൻ്റെ ഉദരത്തിൽ വളരുന്നുണ്ടെന്നറിയാൻ അതിനുള്ള നിമിഷത്തിനായി എണ്ണി കാത്തിരിക്കുകയാണ് ഞാൻ. നവി അവളെ കൈ കവർന്നതും ശാലിനിയുടെ കണ്ണുനീരുരുണ്ട് കവിളിലൂടെ ഒലിച്ചിറങ്ങി. നീ എന്തിനാ കരയുന്നേ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? നവി അവളെ നെറ്റിയിൽ തൊട്ടു നോക്കി. പേടിയായിട്ടാ. നവി എൻ്റെ ഭർത്താവായി കോലം കെട്ടിച്ച് ഇത്രയും ബുദ്ധിമുട്ടി ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി പോസിറ്റീവ് അല്ലെങ്കിൽ? അവൾ കണ്ണീരോടെ അവനെ നോക്കി. ഓ, നെഗറ്റീവ് പറയാതെ. ഇനി ഇല്ലെങ്കിൽ തന്നെ വീണ്ടും ട്രൈ ചെയ്യാം. ഇങ്ങനെ പേടിച്ചാലെങ്ങനെയാ? നീ ഒരു ഡോക്ടറാണെന്ന് മറന്നു പോകണ്ട. നവി അവളെ തോളിൽ തട്ടി. സ്വന്തം കാര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് നവി. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. ഞാനൊന്ന് കിടക്കട്ടെ. ശാലിനി എണീറ്റ് പോയതും അവനൊന്ന് നിശ്വസിച്ചു. പിറ്റേന്ന് 2 പേരുടെയും നെഞ്ചിടിപ്പ് കൂടി. ട്രീറ്റ്മെൻറ്റ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ശാലിനിയുടെ കൈ നവിയുടെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുമ്പോൾ 2 പേരും പരസ്പരം മിണ്ടാതെ മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശാലിനി, ഒരു സിസ്റ്റർ വന്ന് വിളിച്ചതും ശാലിനിക്കൊപ്പം നവനീതും ചാടി എണീറ്റു. സിസ്റ്ററുടെ പുറകിലായി ശാലിനിയും നവനീതും ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. ഹായ് ശാലിനി. ഹായ്. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതും ശാലിനിയും അവളെ ചികിത്സിക്കുന്ന മലയാളി ഡോക്ടറും തമ്മിൽ പരിചയപ്പെട്ടിരുന്നു. ശാലിനിയും അവരുടെ ഫീൽഡിലുള്ള ഡോക്ടറാണെന്നറിഞ്ഞതും അവർ ശാലിനിയോട് കൂടുതലെടുത്തു. റിസൾട്ട്? നവി തിടുക്കം കൂട്ടി. തിടുക്കമായല്ലേ? ഞാൻ കൂടുതൽ നിങ്ങളെ നെഞ്ചെടുപ്പ് കൂട്ടുന്നില്ല. റിസൾട്ട് നിങ്ങൾ തന്നെ നോക്കിക്കോ. ശാലിനിയുടെ കൈകളിലേക്ക് കൊടുത്ത റിസൾട്ട് വിറയാർന്ന കൈകളാൽ തുറന്നു നോക്കി. പോസിറ്റീവ് എന്ന് കണ്ടതും ശാലിനിയുടെ കണ്ണ് നിറഞ്ഞു തൂവി. റിസൾട്ടിൽ വന്ന് പതിഞ്ഞു. നവിയുടെ കൺകോണിലും നീർത്തിളക്കമുണ്ടായിരുന്നു. ഡോക്ടറോട് സംസാരിച്ച് ക്യാബിനിൽ നിന്നിറങ്ങിയതും പരിസരം നോക്കാതെ ശാലിനി നവിയെ കെട്ടിപ്പിടിച്ചു. ആദ്യമൊന്ന് നവി പകച്ചെങ്കിലും അവനും അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തിരിച്ചും പുണർന്നു. ഹോട്ടൽ റൂമിലേക്ക് തിരിക്കുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി റിസപ്ഷനിൽ ഏൽക്കുന്നവർക്കും അടുത്ത റൂമിൽ താമസിക്കുന്നവർക്കുമെല്ലാം കൊടുത്തു. നവി ഡോറ് തുറന്ന് അകത്ത് കയറിയതും ഉറക്കെ ശബ്ദമുണ്ടാക്കി ചാടിക്കളിച്ചു. അവൻ്റെ മാറ്റം കണ്ട് കിളി വാറിയിരിക്കുകയായിരുന്നു ശാലിനി. ഹേയ്, ഐ എം ഗോയിങ് ടു ബി എ ഫാദർ. അവൻ വിളിച്ചു കൂവിയതും ശാലിനി ചിരിച്ചു പോയിരുന്നു. നിന്റെ സന്തോഷം കണ്ടാൽ തോന്നും ലോകത്താദ്യമായി അച്ഛനാകുന്നത് നീയാണെന്ന്. ശാലിനി യാത്ര ചെയ്ത ക്ഷീണത്തിൽ സെറ്റിയിൽ ചാരിയിരുന്നു. അച്ഛനാകാൻ പോകുന്ന സന്തോഷം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എൻ്റെ കൊച്ചിനൊരു കുഴപ്പമില്ലാതെ ഇങ്ങ് തന്നേക്കണേ. നവി അവളെ വയറിലേക്ക് നോക്കി. എനിക്കെന്ത് സംഭവിച്ചാലും കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ നിനക്ക് തന്നിരിക്കും. ശാലിനി എണീറ്റ് പോയതും നവി അവൾ പോകുന്നതും നോക്കി സെറ്റിയിലിരുന്നു.
അവൻ തൻ്റെ ഫോൺ എടുത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി. അമ്മ, അച്ഛ, ഞാനിന്ന് എത്ര സന്തോഷവാനാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മകനൊരു അച്ഛനാകാൻ പോവുകയാണ്. അമ്മയ്ക്കും അച്ഛനും പേരക്കുട്ടിയെ കാണാൻ കഴിയില്ലല്ലോ. സാരില്ല, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ എൻ്റെ കുഞ്ഞ് കളിച്ച് നടക്കും. ഈ സന്തോഷത്തിൽ കൂട്ടിച്ചേരാൻ നിങ്ങളില്ലല്ലോ എന്ന വിഷമം മാത്രമേ എനിക്കുള്ളൂ. സാരമില്ല, മുകളിൽ നിന്നെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. നവി അവരെ ഫോട്ടോയിൽ അമർത്തി ചുംബിച്ചു. ശാലിനി മുറിയിൽ കയറി മിററിൻ്റെ മുന്നിൽ വന്നു നിന്നു. തൻ്റെ ടോപ്പ് മാറ്റി വയറിലൊന്ന് തൊട്ടു. താനൊരമ്മയാകാൻ പോകുന്നു. വയറിൽ കൈ പരതുമ്പോൾ അവളെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ആ ചുണ്ടിൽ പുഞ്ചിരിയുണ്ടായിരുന്നു. അമ്മയുടെ പൊന്നെ, നിനക്ക് വേണ്ടി അമ്മയുടെ ഇനിയുള്ള കാത്തിരിപ്പ്. പക്ഷെ നീ പതുക്കെ പുറത്ത് വന്നാൽ മതി. അമ്മയുടെ പൊന്ന് പുറത്ത് വന്നാൽ അച്ഛൻ നിന്നെ അമ്മയിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകും. അതുവരെ അമ്മയോട് ചേർന്ന് ഉദരത്തിൽ അമ്മയുടെ വിശേഷം കേട്ടിരിക്കണം. ശാലിനി കൈവെള്ളയിൽ ചുംബിച്ച് ആ കൈ വയറോട് ചേർത്തു. ടോപ്പ് താഴ്ത്തി താലി കയ്യിലെടുത്ത് ബെഡിലിരുന്നു. ഇനി മാസങ്ങൾ മാത്രമേ നവി നിൻ്റെ പേരിലുള്ള ഈ താലി എൻ്റെ കഴുത്ത് കിടക്കൂ. ഓരോ ദിനത്തിനും വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടായിരുന്നെങ്കിൽ ഈ താലിയും എൻ്റെ കുഞ്ഞും എന്നോട് ചേർന്ന് ഒരുപാട് കാലം ഉണ്ടായിരുന്നേനെ. ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടാൽ തീരാവുന്ന ബന്ധം മാത്രമേ നമുക്കിടയിലുള്ളൂ, അല്ലേ? എല്ലാം ക്ഷമിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാകണേ കൃഷ്ണ. ശാലിനി താലിയിൽ അമർത്തി ചുംബിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ ഒന്നുകൂടെ കണ്ട് രണ്ടുപേരും ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. ഫ്ലാറ്റ് വൃത്തിയാക്കിയിടാൻ ഏൽപ്പിച്ചതിനാൽ 2 പേർക്കും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നവി, എൻ്റെ വീട്ടിൽ പറയണ്ടേ? കൊച്ചിയിലെ ഫ്ലാറ്റിലെ ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുന്ന നവനീതിനോട് ശാലിനി ചോദിച്ചു. എന്ത്? അവൻ അവളെ നോക്കി നെറ്റി ചുളിച്ചു. എന്തെന്നോ? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം പറയണ്ടേ? ശാലിനി അവനെ കൂർപ്പിച്ചു നോക്കി. അത് വേണോ? അവർ കുഞ്ഞിനായി കാത്തിരിക്കില്ലേ? പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയാൽ പിന്നെ അവരെ ശാപം കൂടെ ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം മറച്ചു വെച്ച് വെക്കുന്നതാവും നല്ലത്. നവി പറഞ്ഞത് ശാലിനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മറച്ചു പിടിച്ച് വെക്കാൻ പറ്റുന്നതാണോ ഈ ഗർഭം? നിനക്കെന്താ ചിന്തിക്കാനുള്ള ശേഷിയില്ലേ? ശാലിനി അവന് നേരെ ചീറി. എന്നാ നീ പറഞ്ഞു, നോ പ്രോബ്ലം, ബട്ട് വൺ കണ്ടീഷൻ. നിന്നെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നിമിഷം ഞാൻ നിൻ്റെ വീട്ടിൽ വിളിച്ചെല്ലാം തുറന്നു പറയും. എന്ത് പറയുമെന്നാ നീ പറയുന്നത്? ശാലിനി മനസ്സിലാകാതെ ചോദിച്ചു. നമ്മുടേതൊരു കോൺട്രാക്റ്റ് വിവാഹമാണെന്നും എനിക്കൊരു കുഞ്ഞിന് വേണ്ടി മാത്രം നീ തിരഞ്ഞെടുത്ത മാർഗമാണ് നമ്മുടെ കല്യാണമെന്നും എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ ശാപവും കണ്ണീരും ഞാനും എൻ്റെ കുഞ്ഞും അനുഭവിക്കേണ്ടി വരും. നവനീത് കൂസലില്ലാതെ പറഞ്ഞതും ശാലിനി പല്ലു കടിച്ചു. ശാലിനി ആ വ്യവസ്ഥ അംഗീകരിച്ചതും നവി തന്നെ ശാലിനിയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു.